സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നു. ബാബരി മസ്ജിദിന്റെ ഭൂമിയിൽ രാമക്ഷേത്രം പണിയാം. രാജ്യത്തെ എല്ലാ ജനങ്ങളും കൈയടിച്ചുകൊണ്ട് അത് സ്വീകരിക്കുക തന്നെ ചെയ്തു. മുസ്ലിങ്ങളും അതിനെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്തു. എന്നാൽ ചിലർ ഇതിനെതിരെ ശബ്ദമുയർത്തുകയും ചെറിയ രീതിയിലുള്ള പ്രതികരണവുമായി രംഗത്ത് വരുന്നതൊഴിച്ചു കഴിഞ്ഞാൽ രാജ്യം ശാന്തമാണ്. ഇവിടെ വർഗീയ കലാപമില്ല, വിദ്വേഷമില്ല. എല്ലാം കൊണ്ടും എല്ലാവരും നല്ല രീതിയിൽ തന്നെ സുപ്രീം കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ശരി. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്, ഇനി ഇതിൻ്റെ പേരിൽ ഒരു വർഗീയ കലാപം, ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പേരിൽ മാത്രമാണ് പലരും ഇപ്പോൾ നിശബ്ദതയിൽ നിൽക്കുന്നുള്ളത്. രാജ്യത്തിൻ്റെ സമാധാനം ആഗ്രഹിച്ച് മാത്രമാണ് അവരൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കാനുള്ള കാരണം. അതൊരു നല്ല സംഭവം തന്നെയാണ്. എന്തായാലും പ്രശ്നമില്ല. രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും തോളോട് തോള് ചേർന്ന് നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. എന്നാൽ രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാകണം, വിദ്വേഷങ്ങൾ ഉണ്ടാകണം, പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നത് RSS നേതാവായിട്ടുള്ള MG വൈദ്യയുടെ ഒരു പ്രസ്താവനയാണ്, ഒരു പരാമർശമാണ്. വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ആളുകൾക്ക് ഊർജം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് RSS നേതാവായിട്ടുള്ള MG വൈദ്യയിൽ നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിലവിൽ 2.77 ഏക്കർ ഭൂമിയാണ് നിലവിൽ അയോധ്യയിലെ തർക്കഭൂമി. അത് കഴിഞ്ഞ് എവിടെയും മുസ്ലിങ്ങൾക്ക് പള്ളി കെട്ടാനുള്ള 5 ഏക്കർ ഭൂമി നൽകണമെന്നുള്ളതാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ RSS നേതാവായിട്ടുള്ള MG വൈദ്യ പറയുന്നു, രാമക്ഷേത്ര ഭൂമി, അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നുള്ളത്, നിലവിലെ തർക്കഭൂമി, ആ തർക്കഭൂമിയുടെ പരിസരത്ത് എവിടെയും ഒരു കാരണവശാലും മുസ്ലിം ആരാധനാലയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. തർക്കഭൂമി സുപ്രീം കോടതി വിട്ടു നൽകിയതിന് ശേഷവും ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം നടത്തുന്നതിൽ ഇവർ മുന്നോട്ട് വെക്കുന്നത് വർഗീയ അജണ്ട തന്നെയാണ്, രാഷ്ട്രീയ ലാഭം തന്നെയാണ്. നമുക്കറിയാവുന്ന ഒരു വലിയ വിഷയമാണ്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദിയെ കണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്നുള്ള കാര്യം ആദ്യം മോദിയോട് ഉന്നയിക്കുന്നത് MG വൈദ്യയാണ്. അതായത് RSS നേതാവായിട്ടുള്ള MG വൈദ്യ തന്നെയാണ്. ആ MG വൈദ്യയാണ് പറയുന്നത്, നിലവിൽ തർക്കഭൂമിയുടെ പരിസരത്ത്, അല്ലെങ്കിൽ സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു പരിധിയിൽ പോലും, അതിൻ്റെ 5 ഏക്കറോളം വരുന്ന പരിസരങ്ങളിൽ എവിടെയും ഒരു മുസ്ലിം പള്ളി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് RSS നേതാവായിട്ടുള്ള MG വൈദ്യ മുന്നോട്ട് വെക്കുന്നുള്ളത്. മോഹൻ ഭഗവത് അടക്കം പരസ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, രാജ്യത്ത് സമാധാനം ഉണ്ടാകണം, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തോളോട് തോള് ചേരണമെന്നാണ് മോഹൻ ഭഗവത് പോലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ RSSന്റെ MG വൈദ്യ പറയുന്നു, അങ്ങനെയല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഭൂമിയുടെ ഒരു അയലത്ത് പോലും മുസ്ലിങ്ങളുടെ ആരാധനാലയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. വിധി വന്നിട്ട്, അതും ബാബരി മസ്ജിദിനെ തകർത്തതിന് ശേഷം അതേ സ്ഥലത്ത് രാമജന്മഭൂമിയാണെന്ന് RSSും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹിന്ദു മഹാസഭയും മറ്റുള്ളവരുമൊക്കെ അവകാശപ്പെടുന്ന ഭൂമിയിൽ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകിയ സാഹചര്യത്തിൽ പോലും നിശബ്ദമായി നിൽക്കുന്ന മുസ്ലിങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കമാണ് RSS നേതാവായിട്ടുള്ള MG വൈദ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ കർക്കശ നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടത് അധികൃതർ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.